ചെക്കുകൾ ഏതെങ്കിലും ഒരു ചെക്കും ബൗൺസ് ആയാൽ നിന്നെ മാത്രമല്ല നിന്റെ അമ്മയും ഞാൻ ജയിലിലാക്കിയേക്കും. സർ, കഴിഞ്ഞ 20 വർഷമായിട്ട് മാർക്കറ്റിലുള്ള കമ്പനിയാണ് സർ സെഞ്ചുറി ഗ്രൂപ്പ്. सर जॉब मांगने जा रखा है ഓൺലി ഫ്രം ടർക്കി. അതും മാർക്കറ്റിലെ ബെസ്റ്റ് റേറ്റിൽ തരാം സർ. ഓയിൽ കമ്പനീസ് അപ്രൂവ് ചെയ്താണ് സർ ഞങ്ങൾ. जॉब के लिए नहीं, अपने बिजनेस के लिए बिजनेस के ആ സർ, അത് കോമ്പറ്റീറ്റീവ് സിസ്റ്റം പറഞ്ഞു പറ്റുന്നതാണ് സർ. ഞങ്ങൾക്ക് ചെറിയൊരു പ്രോബ്ലം ഉണ്ടായിരുന്നു. ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തവരെ കൂട്ടത്തിൽ എൻ്റെ 1-2 ഫ്രണ്ട്സും ഉണ്ട്. അവർക്ക് നിങ്ങൾ എന്തോരം കാശ് കൊടുക്കാനുണ്ട് എന്നുള്ള എൻ്റെ അക്കൗണ്ട് കൂടെയാണ്. ഷേർലി മാമിനും ജെറിക്കും വേണമെങ്കിൽ ഒരു കോഫി അടിച്ചിട്ട് പോകാം. വേണ്ട സർ, താങ്ക് मैं नहीं कर रहा उनकी मदद. ജെറി ഞാൻ ചോദിച്ചു കേട്ടില്ലേ? പിന്നെ ഞാൻ എന്ത് പറയണം? കോടിക്കണക്കിന് രൂപ കടമുണ്ടെന്ന് പറയണോ? क्या चला रहा है? ആഫ്രിക്കയിലെ ഒരു ദുരിതം പിടിച്ച നാട്ടില് എന്റെ പാപ്പ പെട്ടിയെടുക്കണമെന്ന് ഞാൻ പറയണോ? പറയണം. നീ इसके पापा भी तो भाग गए एंड टाइम पे. ആളുകൾ വിശ്വസിക്കും, കൂടെ നിൽക്കും. इस तरह से जाने चाहिए उसके पापा को. പോലെ वैसे कुछ सारा भी ना अपने पापा ने ഫുൾ കോൺഫിഡൻസിൽ സൂര്യന് താഴെ എന്തിനെക്കുറിച്ചും കൺവിൻസിംഗ് ആയിട്ട് സംസാരിച്ച് കച്ചവടം ചെയ്യാൻ അറിയുന്നവനാണ്. ये नहीं कर रहा उस तरह से. हाँ जैसे ना जैसे उसके पापा करते हैं कॉन्फिडेंस के साथ और दूसरे को अपनी बातों से दूसरे को भरोसा दिला देना उस तरह. ये थोड़ा नर्वस होकर कर रहा था. सर्च कर रहा हो सेल्फ मेड बिजनेसमैन इन दुबई. इसके पास जा रहा हो. बड़ी कंपनी है. ഈ ബിസിനസ് മീറ്റിങ്ങിന് നമ്മൾ എപ്പോഴും രാവിലെ തന്നെ പോകണം. ये डायरेक्टर है. ये डायरेक्टर നമ്മൾ है. തമ്മിൽ നിങ്ങളെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട്. हर मूवी में रहता है ये वाला. നിങ്ങളെ ഞാൻ എവിടെയും കണ്ടിട്ടില്ല. എനിക്കൊരു 2 minutes മതി. വിളിച്ച് അപ്പോയിൻമെന്റ് എടുത്തിട്ട് വരും. हम तो मिलने मंदिर अपॉइंटमेंट लेने के लिए कुछ ഞാൻ വിചാരിച്ചു നീ യൂസഫ് ചായെ മണത്തി അടിച്ച് കച്ചവടം ഉറപ്പിച്ച് പടയപ്പ സ്റ്റൈലിൽ ഒരു വരവ് വരുമെന്നാ. चला गया दोबारा. अपॉइंटमेंट You have an appointment? യെസ്, अच्छा मिल गया अपॉइंटमेंट. പ്ലീസ് ബി സീറ്റഡ്. कहीं वही तो नहीं है यूसुफ सा. यही है. ഞാൻ തന്നെയാണ് യൂസഫ് ഷാ. ഹായ് സർ. എനിക്ക് മനസ്സിലായി. यूसुफ सा तो वही था. खुद ही कर दो अपॉइंटमेंट. ഞാൻ സാറിനെ കുറിച്ച് ഒരുപാട് വായിച്ചിരുന്നു, പക്ഷെ ഫോട്ടോ ഒന്നും കണ്ടില്ല. ഫോട്ടോ വേണ്ട. എൻ്റെ കയ്യിൽ ഒരൊറ്റ പൈസയില്ല. समझाने की कोशिश कर रहा हूँ, शायद सच बता देगा ना. मना कर दिया चलो. ഇല്ല, ബാങ്ക് അക്കൗണ്ട് ഇല്ല, ഓഫീസില്ല, എംപ്ലോയീസ് ഇല്ല, ഗ്യാരണ്ടി നിൽക്കാൻ പോലും ആരുമില്ല. കച്ചവടത്തിന് നാവും. യൂസഫ് ഷാ, ഞാൻ നിങ്ങളെ തേടി വന്ന അതുകൊണ്ടാണ്. പഴയ പോലെ റിസ്ക് എടുക്കാനൊന്നും എനിക്ക് വയ്യ. कुछ देना पड़ेगा ना सर. पासपोर्ट दे दिया. तो 200 टन चाहिए से 5 ट्रक चाहिए. എന്നോട് സംസാരിച്ചോളൂ, ഞാൻ വിളിച്ച് പറഞ്ഞേക്കാം. शायद मान गया. താങ്ക് യു. യു വെൽക്കം. മനസ്സുമായിട്ടും സൂക്ഷിക്കണം. ആഫ്രിക്കൻസ് ഡീൽ ചെയ്യുന്ന നമ്മൾ മലയാളികളായിട്ടല്ലേ സാറേ. केयरफुल रहने के लिए बोल रहा हूँ. 200 टन निकल गया. फिर से खड़ा कर रहा है वो बिजनेस. अफ्रीकन्स के साथ कर रहा है डील. इसके साथ मैंने कर दिया धोखा. ആമാ, കഴിഞ്ഞോ? ഇല്ല, അവര് ലോഡ് ചെക്ക് ചെയ്തു. ഇവ സംസാരിച്ചോണ്ടിരിക്കുകയാണ്. ഞാൻ ദേ പള്ളിയിൽ നിന്ന് ഇറങ്ങി. പള്ളിയിൽ നിന്ന് ഇറങ്ങിയ എല്ലാം നന്നായി പോകും. നിന്റെ ഫസ്റ്റ് ഡീലല്ലേ? ഓൾ ദി ബെസ്റ്റ്. ശരി. ഹൗ മച്ച്? Like we said, 1 million. 1 मिलियन रुपये मिल गया. താങ്ക് യു. ഓക്കെ, ബൈ.
ബയേഴ്സ് ഒരുപാട് പേരുണ്ട്, പക്ഷെ ആരും പേയ്മെൻറ്റിൻ്റെ കാര്യത്തിൽ പ്രോംപ്റ്റ് അല്ല. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടോ? अब बस और काम दे रहा है 10,000 टन. ये तो केवल 200 टन था ना. ഞങ്ങൾ എടുത്തോളാം. इसे बेचना है 10,000 टन. ये 10,000 टन प्रेजेंट में 2 हफ्ते में बेचना है. ഒരു ആഫ്രിക്കക്കാരനെ കണ്ടുപിടിച്ച പാടെ എനിക്കറിയാം. പുതിയ കസ്റ്റമേഴ്സിനൊക്കെ ചാത്തമാർ കൊണ്ടു തരും. മാർക്കറ്റ് ഏറ്റവും ഡള്ള. ഞാൻ ജേക്കബ് സക്കറയുടെ ഭാര്യ, നീ നിന്റെ അപ്പന്റെ മോനും. നമ്മളിത് വിൽക്കും. अब इनके पास कस्टमर नहीं है ना, जिस पहले थे उन्हें भरोसा नहीं कर रहे हो. इसके कारण पर उसकी माँ को भरोसा नहीं कि हम बेच देंगे. बैंक കമ്മീഷൻ. സർ 5 മിനിറ്റ് സർ, പ്ലീസ് പ്ലീസ്. തൊട്ടടുത്താണ് ഓഫീസ് കൊണ്ട് താൻ എങ്ങോട്ട് കൊണ്ടുപോവാ? സർ ഇത് തന്നെയാണ് എൻ്റെ वो है. ഓഫീസ്. अच्छा अच्छा इसका ऑफिस. ഇനിയൊരു പുതിയുദയം ഇവിടെ വിധിയെ മറികടന്നു പതിയെ പോയ കാലം ചൂലെടുത്തത് ഞാൻ പിടിച്ചെടുക്കുമത് തിരികെ. फोन दे रहा है. अच्छा ഇതെന്തു ഭാരം दारू बोतल की थी वहाँ. इसकी मुझे डांट पड़ गई. इसका भाई शराब पीता रहता है. वो अपने भाई की हेल्प करता तो നീ എന്തിനാ കുടിക്കാൻ अभी തുടങ്ങി? कुछ कर लेते हैं नहीं साथ में. ആ കുപ്പി നിന്റെ കയ്യിലെന്ന് നീ എന്താ? अच्छा इसकी नहीं थी वो बॉटल. अच्छा इसके पापा की थी. नहीं नहीं शायद इसी की थी वो. इसी की थी. पता नहीं इसकी थी किसी पापा की थी. उसके पापा निकालते थे ना अलमारी से. हो सकता है. कौन? अच्छा इसके बहन. पापा पता नहीं कहाँ गए होंगे. ना कोई फोन ना कुछ ना. अरे छोड़ दे, कोई गायब हो गया था. फोन तो कर सकते थे. Sometimes. पापे पे वेरेगा. कार ले ली क्या ये कार? अपनी कार तो बेच दी थी इसने. ये कार इसने शायद ले ली. क्या पता पेरिस थी हुई तो ये बेच सकता है. ये लियो. अच्छा ये तो वैसी कार है ना, एक्सपेंसिव नहीं ज़्यादा. നിന്റെ മാനേജർക്ക് എന്നെ നല്ലോണം അറിയാവല്ലോ. അയാൾക്ക് എന്നോട് ഫാദർ ഇത് നീ ആ സിഗരറ്റ് കെടുത്തി. डांट लगा इसके मम्मी. सिगरेट पी रहा हूँ. ലെറ്റ്സ് ടോക്ക് ബിസിനസ് ജെറി, പ്ലീസ്. इसकी माँ मतलब सही है. ലെറ്റ്സ് ടോക്ക് ബിസിനസ്. നമ്മുടെ ഏജിലുള്ള കുറച്ച് സ്ത്രീകളെ പണിക്കൃത്യാലോ. उन सबके रुपए लौटा रहा है अभी ना शायद. स्टिल बेच के रुपए आ रहा है उसके पास. फिर क्या देखा उसकी माँ ने? मेल आ रखा है कुछ. പ്രിയപ്പെട്ട ഷേർലി, अच्छा इसके पापा ഞാൻ ने കച്ചവടത്തിൽ ആരെയും വിശ്വസിക്കാൻ പാടില്ല എന്നുള്ള പാഠം ഞാൻ से പഠിക്കാൻ बात करने गया था, उसने बात ही नहीं की. ഇവിടെയും ഞാൻ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. സുഖം കണ്ട പ്രായത്തില് പപ്പ ഉണ്ടാക്കി വെച്ച കടങ്ങളുടെ ഭാരം ചുമക്കുകയാണ് എൻ്റെ മകൻ. എങ്ങോട്ടും പോകാനാവാതെ താൻ എന്തായി പറയുന്നത്? അഡ്വാൻസ് കൊടുത്ത് വിടറേ. ഓക്കെ സർ. जॉब 6,000 टन बेचेगा. ഓരോരുത്തർക്കും ആവശ്യം വിശ്വസിക്കാൻ പറ്റുന്ന ആളുകളെയാണ്. എന്നാ 10,000 टन. तो यही आ गया दोबारा. इसके साथ हो गई अब लड़ाई. इसके रुपए नहीं दे रहे उन्होंने ना. കുഴപ്പമില്ല സർ. കുഴപ്പമുണ്ടാവാൻ പാടില്ലല്ലോ. നിന്റെ അപ്പൻ എനിക്ക് തരാന്നുള്ള കാശിന് ഞാനും വെയിറ്റ് ചെയ്യല്ല. इसने बोला था तो ഞാൻ നിങ്ങൾക്ക് തരാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കി വരുന്ന എമൗണ്ട് 1.5 വർഷത്തിനുള്ളിൽ മന്ത്ലി ബേസ് ലൈൻ സെറ്റിൽ എത്തോണം. ഇത് വെറും എന്റെ അപ്പൻ എനിക്ക് തരാന്നുള്ളത് 10 ലക്ഷമാണോടാ. നീ 1.5 വർഷത്തേക്കുള്ള ചെക്സ് ഒക്കെ എനിക്ക് തന്നെ
1 time settlement. एक बार चाहिए उसे Full बस। amount. ലൈബീരിയയിലായതുകൊണ്ട് മാത്രമാ ഇന്റർപോൾ നിന്റെ അപ്പന്റെ കേസിൽ വലിയ ഇൻട്രസ്റ്റ് കാണിക്കാത്തത്. പക്ഷേ സത്യം പറഞ്ഞാൽ അവനെ ജയിലിൽ കൊണ്ടാക്കുന്നത് എനിക്കിപ്പോ കാണാൻ ഒട്ടും താല്പര്യം. സ്വന്തം ഭാര്യയും മക്കളെയും കാണാൻ പറ്റാതെ അവൻ അങ്ങനെ കിടക്കട്ടെ. ये बड़ा अजीब है बैंक सर पे पूरे रुपए एक साथ चल പാപ്പയെ रहे हैं നമ്മൾ തിരികെ കൊണ്ടുവരും. നീ ധൈര്യമായിട്ട് उससे कम पे माइंड വേറൊരു ചെറിയ കാര്യം, പ്രശ്നങ്ങളുടെയൊക്കെ ഇടയിൽ എനിക്ക് അവന്റെ പഠിത്തത്തിലൊന്നും ശ്രദ്ധിക്കാൻ പറ്റിയില്ല. अच्छा മക്കളുടെ കാര്യത്തിൽ ശ്രദ്ധിക്കാത്തൊരു प्लान അമ്മയായിട്ട് कमजोर हो रहा है इसका भाई स्कूल जा रहा हूँ उसके എക്സ്ക്യൂസ് മീ യെസ് മിസ് രേണു എബ്രഹാം ദാറ്റ് വേ. Teacher Aaron and Go to your class now. यही हो मैडम എക്സ്ക്യൂസ് മീ മിസ് രേണു എബ്രഹാം. യെസ് ക്രിസിനെ മാത്സ് പഠിപ്പിക്കുന്നത് ഞാനാ. കഴിഞ്ഞ മാസം നടന്ന ഇന്റേണൽസിൽ മാത്സിന്റെ ക്വസ്റ്റ്യൻസിനും കറക്റ്റായിട്ട് ഉത്തരം എഴുതിയിട്ടുണ്ട്. ഉത്തരങ്ങൾ മാത്രമേ ഉള്ളൂ, അതെങ്ങനെ സോൾവ് ചെയ്തു എന്നുള്ള സോൾവ് ചെയ്യിപ്പിച്ചു. ഞാൻ അതിശയിച്ചു പോയി. ഹി ഡസ് നോട്ട് ഹാവ് ടു റൈറ്റ് എ സിംഗിൾ സ്റ്റെപ്പ്. അവൻ अच्छा परफॉर्म किया उसने मैथ्स में अच्छा है നമ്മൾ ഒന്ന് പരിശ്രമിച്ച UAE റെപ്രസെന്റ് ചെയ്യുന്ന സ്റ്റുഡൻസിന്റെ ലിസ്റ്റിൽ ക്രിസിന്റെ പേരും ഉണ്ടാവും. इसलिए बुला था बहुत खतरनाक है मैथ्स में താങ്ക് യു മാം. യു ആർ വെൽക്കം. वो खेलता रहता ना is found. Whatever tomorrow brings out. ओ उसका भाई अच्छा उसे पता नहीं था कैसे परफॉर्म करता है उसका भाई I'll be there. I'll be there. देख लो उसने भाई को ശരി ബഹുമാനത്തിലൊക്കെ നിൽക്കണേ. വലിയ കാശുകാരെന്തിനാ കൂടുതൽ ബഹുമാനിക്കുന്ന ശരി എല്ലാരും ഒരുപോലെ ബഹുമാനിച്ചൂടെ നീ ഇത് सही कह रहे हो किसी से मिलना चाहता है यहाँ पर ये വേറെ പണിയൊന്നും ഇല്ലാത്തോണ്ട് അതുകൊണ്ട് മാത്രമല്ല, ആൾക്കാർ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് പരിപാടി തീർന്നു. വരുന്നയാള് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ലെങ്കിലോ फरारी मारा कोई इससे करने डील साहब ഇത് മാറ്റണം. ഇയാളും കാറും തമ്മിലൊരു ടാഗ് ഹായ് ജെറി. സലീം मैच में हो रहा ഇത് ജെറി, എനിക്കൊരു ആനയെ തിന്നാനുള്ള വിശപ്പുണ്ട്. വാ വാ. അയ്യോ ऐसे देख रहा है സർ സർ ഫുഡ് ഭയങ്കര മോശം. कहीं और जाने के लिए സ്മോൾ സൈസ് ഫോർ സേഫ്റ്റി. थोड़ा खाने के मंगाने के लिए ഓക്കെ. ശരിയാ. ഓ, അവരെ ഒരു സെക്കൻഡ് ഹണിമൂണിന് ഞാൻ ദുബായിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പോവാ. ഒരു 3 ദിവസത്തെ ട്രിപ്പ്, അത് കംപ്ലീറ്റ് ഒന്ന് ड्रिंक मंगा रहे बस അന്ന് ജെറിയുടെ ഫാദർ ആയിരുന്നു മൊത്തം കാര്യങ്ങളും ടേക്ക് കെയർ ചെയ്തത്. ഓക്കെ. ഇപ്പോഴും എന്റെ ബ്രദറും ശരിയല്ല, എന്റെ മരുമോനും മരുമോളും ഹാപ്പി ആവണം. ക്യാൻ യു ഹെൽപ്പ് മീ ഔട്ട്? ഷുവർ സർ. ഞങ്ങൾ അലി വാട്ട് യു ഡൂയിങ്? ഹി ഈസ് ദ ഓണർ ഓഫ് ദിസ് റെസ്റ്റോറന്റ്. उसको ही रेस्टोरेंट സോറി സർ, സോറി സർ, സോറി. ഞാൻ അറിയാതെ. ഇങ്ങ് വന്നേ. ഞാൻ ഇവിടുത്തെ ഷെഫിനെയൊക്കെ മാറ്റാൻ വേണ്ടി പോവാ. ഇനി പുറത്താരോടും ചെന്ന് പറഞ്ഞേ. അയ്യോ ഇല്ല സർ, ഞാൻ പറയില്ല സർ, ഞാൻ പറയില്ല. വാ. बस मिलना चाहते थे इससे ആരെ പ്ലാനിങ് സംതിങ് യെസ്, വർഷങ്ങൾക്ക് ശേഷം നമ്മൾ വീണ്ടും ട്രാവൽസ് തുടങ്ങാൻ പോകും. ट्रैवल एजेंसी खोलेंगे स्टील बिजनेस का नहीं करेंगे भैया हैं स्टील में जा रहा हैरान हो गया അല്ലേ? നിന്റെ തലക്കോല ഓളുണ്ടോ? എടാ നീ വിചാരിച്ച हमारे बड़ा जी എന്റെ ഫ്രണ്ട്സിനൊന്നും ഇതിലേക്ക് ഡ്രാഗ് ചെയ്യാൻ പറ്റില്ല ജെറി. അവന്റെ കയ്യിലുള്ള കാശ്. ഈ തലവിടെ വിളിച്ചു കൂടി ഒരു കാര്യമില്ല. നീ സമ്മതിക്കാതെ. എടാ ഇതിലൊരു ഫ്യൂച്ചർ ഞാൻ കാണുന്നുണ്ട്.
കടങ്ങൾ തീർത്താൽ മാത്രം പോരല്ലോ, ബിസിനസ്സിൽ നമുക്ക് വളരണ്ടേ. ശരി, ഞാൻ രതീഷിനെ വിളിക്കാം. റഷീദ് റഷീദിനെ വിളിക്കാം. നീ തങ്കപ്പനല്ല, പൊന്നപ്പൻ. रशीद को उसका अपना स्टूडियो शायद नहीं, शायद पैसा तो था उनके पास पहले ना, पहले से था। तो किंगडम ऑफ हेवन. अच्छा, ये ट्रेवल एजेंसी खोला गया इसने, लोगो बना रहा है. ലോഗോ ഡിസൈനിങ് ഒക്കെ കഴിഞ്ഞോ? ഇപ്പൊ കഴിഞ്ഞുള്ളൂ. कह तो रहा था कि अगर हम केवल स्टील का बिजनेस करते रहे तो नुकसान होगा. नहीं, नुकसान नहीं है, उतने से हम नहीं कर पाएंगे सब कुछ. और बिजनेस पे उस समय खोले होते उन्होंने, और भी बिजनेस तो ऑफ हेवन ऐसा नहीं होता. ഡിലീറ്റ്. നമ്മുടെ ഡിസൈൻ അത്ര മോശമൊന്നുമല്ല അല്ലേ? നീല് क्या दिखा रहा है? ओ इसका कितना चलो Nice बना work, है. Kevin. കിങ്ഡം ഓഫ് ഹെവൻ. ജേക്കബ്സ് കിങ്ഡം ഓഫ് Jacob's Kingdom. किसका इंतजार कर रहे हैं? उसी का शायद तो जिससे वो अच्छा कैमरा तुमने भाई से. हाँ हाँ. അതെ, എപ്പോഴും ഈ രണ്ടെണ്ണത്തിന് എടുത്തു നടക്കാൻ എനിക്ക് പറ്റൂല. ഒരെണ്ണത്തിന് നിങ്ങൾക്ക് എടുത്തൂടെ? വെറുതെ കുമ്പയും കുളിക്കിങ്ങനെ നടക്കും. पहले खुद ही शुरुआत कर रहे हैं. अच्छा, टैक्सी चला रहे हैं. ओ ये उसकी अपनी गाड़ी. तो इन्होंने रिसीव करना है, फिर घुमाना है. तो कुछ हाथ में रख देते हैं. अभी शुरुआत ही कर रहे हैं ना, स्टार्टिंग कर रहे हैं ना. कैसा ना മിന്നിടുന്ന നഗരതീരവും കണ്ണൊഴിഞ്ഞു പിന്നിൽ നിന്ന കനകതാരമേ मार का ये വന്ന ദേവകന്യ പോലൊരുങ്ങിയോ ദുബായ് പൊന്നണിഞ്ഞു. दबाए वहीं ले गए, चाहे फिसल जाए गए थे. ചിറക് തുന്നിടും ഉദയ സൂര്യനോ വീരകഥയിലെ സ്വപ്നഭൂമിയോ. कहाँ शुरू कहाँ खत्म ये मंजिलें हैं कौन है. ജേക്കബ്സ് കിങ്ഡം ഓഫ് ഹെവൻ, ജേക്കബിന്റെ സ്വർഗരാജ്യം. अच्छा, इसी का नाम रखा हुआ मूवी का ना, जिन्होंने अपनी ट्रैवल कंपनी का नाम रखा. വിശ്വാസമല്ല, അങ്ങനെ ഒരു സ്വർഗരാജ്യമുണ്ട്. കോർണിഷിന്ന് ലെഫ്റ്റ് ഒരു 700 മീറ്റർ മുന്നോട്ട് പോയാൽ ഇടതുവശത്ത് കാണുന്ന ബിൽ. നമ്മളെല്ലാവരുടെയും താങ്ക് യു ജന. ഞങ്ങൾ ശരിക്കും ഇനി ദുബായിൽ വെക്കേഷൻ വരുന്ന എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും ഞാൻ നിങ്ങളെ റെക്കമെൻഡ് ചെയ്യും. बस एक दिन के लिए आए थे ना. ഞാനിത് ജെറിക്കൊന്ന് കൊടുത്തോട്ടെ? അതിനവൻ ക്രിസ്ത്യനല്ലേ, ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ? മതമൊക്കെ गिफ्ट तेरी उस. Bye. ആമാ ജെറി, अच्छा, मूली मैन मिलना चाहता है इससे. इसी का नाम है ना मूली. है अच्छा, उसी तरफ आ रहा. क्या करने वाला है? ഞാൻ തയ്യാറാണ്. അമൗണ്ടും ചെക്കും റെഡി ആയിട്ട് വെച്ചോ. അയ്യോ, तैयार हो സെറ്റിൽമെന്റ് गया. സാറ് റെഡി. ने इन्वेस्ट कर दिया कहीं और. उस टाइम इसने मना किया. വേണ്ടി വരും. സോറി, ഞാൻ अब इसे जरूरत पड़ गई. भयंकर. ये बहुत एग्रेसिव है, गुंडे ऐसा है. അതേ അവസ്ഥയിലാണ് ഞാൻ. എന്റെ ബിസിനസ് പൊളിഞ്ഞു.
अच्छा से बिजनेस भी क्रैश हो गया इससे भी किसी ने धोखा दे दिया किसी पाकिस्तानी ने धोखा दिया ना उसे तभी तो मांग रहा था उससे मैं बच्चे के लिए तैयार മൺഡേ മോർണിംഗ് ഞാൻ കോൺട്രാക്ടുമായിട്ട് കോർട്ടിൽ വരും. പറഞ്ഞ പോലെ കാര്യങ്ങൾ ചെക്കുകൾ ഏതെങ്കിലും ഒരു ചെക്കും ബൗൺസ് ആയാൽ നിന്നെ മാത്രമല്ല നിന്റെ അമ്മയും ഞാൻ ജയിലിലാക്കിട്ടേക്കും. உங்க அப்பங்க கதற செத்தப்படாது தெரியுதுக்கு 2 நாள் ஆகுண்டா. உன சரி பாரு.